കൊടുങ്ങല്ലൂർ സജീവമായി പ്രചരണത്തിന് ഇറങ്ങിയെന്നുള്ളൊരു വാർത്ത കേട്ടല്ലോ. ഒരു MLA ആണോ നമ്മുടെ മുന്നിൽ, കൊടുങ്ങല്ലൂർ MLA? അനൗദ്യോഗികമായ പ്രചരണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചെറുപ്പം മുതലേ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. KSUവിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആയിരുന്നു അവിടെ. യൂത്ത് കോൺഗ്രസിൻ്റെ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഏറ്റവും ഡൗൺ ലൈനിൽ നിന്നിട്ടാണ് വന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ അന്ന് അസംബ്ലി കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന കാലം മുതലേ അങ്ങനെ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത് മാത്രമായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു യോഗം ഉണ്ടെങ്കിൽ അതിൽ ഒരു മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കാത്ത ഒരു ദിവസം ഉണ്ടാകുന്നത് അത് ഈ സമീപ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റൊക്കെ ആയതിനു ശേഷം അവിടുത്തെ അവൈലബിലിറ്റി കുറഞ്ഞതിന് ശേഷമാണ്. അതിന് മുമ്പെല്ലാം നമ്മളെ സംബന്ധിച്ച് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും എന്ത് പരിപാടികൾ വന്നാലും എല്ലായ്പ്പോഴും സജീവമായിട്ട് നിൽക്കുന്നൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സജീവമാണ് മുൻകാലങ്ങളിലൊക്കെ. അതൊക്കെ തന്നെ ഇപ്പോഴും തുടർന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അനൗദ്യോഗിക പ്രചരണം എന്ന് പറയുന്നതിന് സാധിക്കില്ല. അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ അവിടെയാണ് KSU ഭാരവാഹിയായിരുന്നത്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നത്. പിന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കൂടുതൽ സമയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അത്രയില്ല. പക്ഷേ അതിന് ശേഷമുള്ള സമയങ്ങളിലൊക്കെ കൂടുതൽ സമയം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പാർട്ടി അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് സംഘടന ശക്തിപ്പെടുത്തി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ കാര്യങ്ങൾ ദൈനംദിനം നടക്കുക എന്നുള്ളത് നമ്മൾ കേരളം മുഴുവൻ പോയാലും അവനവൻ്റെ സ്ഥലത്ത് അത് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമൊക്കെ തന്നെ.